ശാസ്ത്രലോകത്ത് ഇന്ത്യ വലിയ ചുവടുവയ്പ്പുകളാണ് നടത്തുന്നത്. ഇപ്പോൾ ചന്ദ്രനിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ നിന്ന് വിക്ഷേപിച്ച പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ 160 കിലോമീറ്റർ വീതിയുള്ള പുരാതന ഗർത്തം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രഗ്യാൻ റോവർ അതിന്റെ ലാൻഡിംഗ് സൈറ്റിന് സമീപമാണ് ഗർത്തം കണ്ടെത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ സയൻസ് ഡയറക്റ്റിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഈ കണ്ടെത്തലുകളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 ദൗത്യം അതിന്റെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയതിന് പിന്നാലെ ചന്ദ്രനിൽ അതിന്റെ കണ്ടെത്തലുകൾ തുടരുകയാണ്. ചന്ദ്രോപരിതലത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ദക്ഷിണ ധ്രുവ എയ്റ്റ്കൻ തടത്തിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെയുള്ള ലാൻഡിംഗ് സൈറ്റിലെ ഉയർന്ന ഭൂപ്രദേശത്തിലൂടെ പ്രഗ്യാൻ റോവർ സഞ്ചരിച്ചപ്പോഴാണ് ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത്. ദക്ഷിണ ധ്രുവ എയ്റ്റ്കൻ തടം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഗർത്തം രൂപപ്പെട്ടതായാണ് കരുതുന്നത്. ഇത് ചന്ദ്രന്റെ ഏറ്റവും പഴയ ഭൂമിശാസ്ത്ര ഘടനകളിൽ ഒന്നാണെന്നാണ് നിഗമനം. ഗർത്തത്തിന്റെ കാലപ്പഴക്കം കാരണം പിന്നീടുണ്ടായ ആഘാതങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാൽ ഇത് മൂടപ്പെട്ടു. പ്രഗ്യാൻ റോവറിന്റെ നാവിഗേഷനും ഒപ്റ്റിക്കൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും എടുത്ത ചിത്രങ്ങൾ ഈ പുരാതന ഗർത്തത്തിന്റെ ഘടന വെളിപ്പെടുത്തുകയായിരുന്നു. ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന സൂചനകളാണ് ഈ കണ്ടെത്തൽ നൽകുന്നത്. അതേസമയം 2027 വിക്ഷേപിക്കാനൊരുങ്ങുന്ന ചന്ദ്രയാൻ 4 ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ പരിപാടിയിലെ നിർണായക ചുവടുവയ്പ്പാണ്. നിലവിൽ ചന്ദ്രയാൻ 4 രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചന്ദ്ര ദൗത്യമാണ്, അഭിമാന പദ്ധതിയുമാണ്. 36 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രയാൻ 4ന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 2104.06 കോടി രൂപയാണ് ചന്ദ്രയാൻ 4ന്റെ ചെലവ്. ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതിനുള്ള ആദ്യ പടി ഇതാണെന്നും ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടുവരിക മാത്രമല്ല ഇതിന്റെ ലക്ഷ്യമെന്നും സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ മുൻ ഡയറക്ടർ തപൻ മിശ്ര പറഞ്ഞിരുന്നു. ചന്ദ്രയാൻ 4 ഒരു ചന്ദ്ര സാമ്പിൾ റിട്ടേൺ ദൗത്യമാണെന്ന് 2 റോക്കറ്റുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കാമെന്നും ചന്ദ്രയാൻ 4 ദൗത്യത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ RC കപൂറും അറിയിച്ചിരുന്നു. അതിനാൽ ചന്ദ്രന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ പ്രഥമ ശ്രദ്ധയെങ്കിലും ചന്ദ്രനിലേക്ക് ആളെ അയക്കുന്നതിനെ പറ്റി പഠിക്കുകയാണെന്നും മറ്റൊരു പ്രധാന ഉദ്ദേശമായി തുടരുമെന്നും പറഞ്ഞു. കേന്ദ്ര സർക്കാർ 4 പ്രോഗ്രാമുകൾക്കാണ് നിലവിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിലൊന്നാണ് ചന്ദ്രയാൻ 4. രണ്ടാമത്തേത് വീനസ് ഓർബിറ്റർ മിഷന്റെ വികസനമാണ്. വീനസ് ഓർബിറ്റർ മിഷൻ അഥവാ VOM ഇത് ശുക്രന്റെ അന്തരീക്ഷവും ഭൂമിശാസ്ത്രവും നന്നായി മനസ്സിലാക്കുന്നതിനുള്ള ശാസ്ത്രീയ പര്യവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിന്റെ അന്തരീക്ഷവും മറ്റും പരിശോധിച്ച് വിപുലമായ ശാസ്ത്രീയ ഡാറ്റ സൃഷ്ടിക്കുന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇത് 2028 മാർച്ചിൽ വിക്ഷേപിക്കുമെന്നാണ് പ്രതീക്ഷ. മൂന്നാമത്തേത് ഗഗൻയാൻ ദൗത്യത്തിന്റെ വ്യാപ്തി വിപുലീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ യൂണിറ്റ് നിർമ്മിക്കുക എന്നതാണ്. അവസാനമായി അടുത്ത തലമുറ ലോഞ്ച് വെഹിക്കിളിങ്ങിന്റെ നിർമ്മാണത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്തരത്തിൽ കൈനിറയെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടം സ്വപ്ന പദ്ധതികളുമായി മുന്നേറുകയാണ് ഇന്ത്യ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.